ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹെലൻസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് നമ്മൾ എവിടെയാണ് വന്നിരിക്കുന്നതെന്നറിയോ? ചാവക്കാട് ബീച്ചിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കടലിലോട്ട് ഒരു പാലം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതിപ്പോൾ അവർ നിർത്തി വെച്ചിരിക്കുകയാണ്. കാരണം കടലിൽ എന്തോ വെള്ളം കൂടുന്ന സമയത്ത് അതെന്തോ താൽക്കാലികമായി നിർത്തി വെക്കുമെന്നാണ് നമ്മൾ അറിഞ്ഞത്. ഇനി എന്നത് വരും എന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷെ നമുക്ക് ഇവിടെ പകരം സ്പീഡ് ബോട്ട് സർവീസസ്, ബോട്ടിൽ സഞ്ചരിക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ യന്ത്രഊഞ്ഞാല്, വഞ്ചി, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്തായാലും നമുക്ക് ഒന്ന് കണ്ടിട്ട് വരാട്ടോ. നമ്മുടെ ബീച്ച് ഇട്ടാ കണ്ടോ, അതെ സ്പീഡ് ബോട്ട് പോണ കണ്ടോ, വൈബാണ് കേട്ടോ. അതെ സൂര്യൻ, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. നോക്കിയേ, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് കാണാം ബോട്ടുകൾ. അതുപോലെ തന്നെ നോക്കൂ ഇപ്പുറത്തെ സൈഡ് കണ്ടോ, ഇഷ്ടം പോലെ നമുക്ക് കുഞ്ഞു കടകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. നമുക്ക് എന്തായാലും ബോട്ടിലൊന്ന് പോയിട്ട് വരാം കേട്ടോ. ബോട്ടിലോട്ട് എന്താ പപ്പ ബോട്ടിലേക്കില്ല എന്നാണ് ഗൈസ് പറയുന്നത്. ഈ ഒരു സ്പീഡ് ബോട്ടിലാണ് ഗൈസ് നമ്മൾ പോകാൻ പോകുന്നത്. ബോട്ടിൽ കയറാൻ വേണ്ടി നിൽക്കാണ് കേട്ടോ. സേഫ്റ്റി ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് ആ ചേട്ടൻ പറഞ്ഞു ഫോൺ പോവാണ്ട് നോക്കണമെന്ന്. അപ്പൊ ഫോൺ പോയില്ലെങ്കിൽ ഈ വ്ളോഗ് അപ്ലോഡ് ആവുന്നതായിരിക്കും. ഞാൻ കളയില്ല കേട്ടോ, നോക്കാം നമുക്ക്. അപ്പൊ നമ്മൾ അങ്ങനെ സ്പീഡ് ബോട്ടിൽ യാത്ര ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ എങ്ങനെ ഇപ്പെന്നുള്ള എക്സ്പീരിയൻസ് നമുക്ക് കാണാം. ഒരു തിരമാല വന്നതാ ഗൈസ്, ഒക്കെ നനഞ്ഞ്. ഇതേ അമ്മ ഇരിക്കുന്ന ഗൈസ്. ഈ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയൂന്ന് പറയുന്നുണ്ട്. ഇത് മീൻ പിടിക്കുന്നതാണ്. പിടിച്ചിരുന്നോ? ആൾക്കാരുകളെ കണ്ട, എന്തോരം ആൾക്കാരല്ലേ, ഇഷ്ടം പോലെ ആൾക്കാരാണ് വന്നിരിക്കുന്നത്. ബോട്ട് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ബോട്ട് ഓടുന്ന കണ്ടപ്പോ ആകെ പേടിച്ചു പോയി. പക്ഷെ കേറി ഇരുന്നപ്പം പ്രശ്നമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത. ഫോൺ പോവുമെന്നൊന്നും എനിക്ക് തോന്നിയില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം, അത്യാവശ്യം കുഴപ്പമില്ലാതെ. എല്ലാവരും വരിക, കേറുക, കാണുക. പിന്നെ ടിക്കറ്റ് പ്രൈസ് വരുന്നത് എത്രയായിരുന്നു? ഒരാൾക്ക് 300 ആണ് കേട്ടോ. ഒരാൾക്ക് 300 രൂപയാണ് വരുന്നത്. അങ്ങനെ 5 മിനിറ്റ് ഒക്കെ അവർ ഓടിപ്പിക്കുന്നുണ്ടാവുള്ളൂ. പിന്നെ അത്യാവശ്യം ഫ്രണ്ട് ചെയ്യേണ്ട സ്റ്റാഫാണ്. നമ്മളെ പറ്റിയൊക്കെ അവർ നോക്കുന്നുണ്ട്, ശ്രദ്ധയുണ്ട് അവർക്ക്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല.
എരിവും പുളി വാങ്ങിക്കാൻ കയറിയിട്ടുണ്ട് കേട്ടോ. പൈനാപ്പിൾ ആണെന്ന് തോന്നുന്നു ചോദിക്കുന്നത്. എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട. ഗൂഗിൾ പേ ആണ് ചെയ്യുന്നത്. തേന്തലിക്ക ഗൈസ്. മതിയാ? നമ്മള് കടലിൽ വരുമ്പോ ഏറ്റവും നമ്മള് മേടിക്കാതെ പോകേണ്ട സാധനങ്ങളാണ് ഈ ഉപ്പിലിട്ടതൊക്കെ കേട്ടോ. പൈനാപ്പിൾ ക്യാമറമാൻ കുരിയച്ചനോടൊപ്പം ഹെലൻ മരിയ സൈനിങ് ഓഫ്. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരും. അതുവരേക്കും ബൈ.